ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണല്ലോ നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് തേനെല്ലിക്കയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടും തേനെല്ലിക്ക നമ്മുടെ വീട്ടിൽ എങ്ങനെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ഷുഗറൊന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 500 ഗ്രാം നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ പച്ച നെല്ലിക്ക, അത്യാവശ്യം വലുപ്പമുള്ള നല്ല മൂത്ത ടൈപ്പ് നെല്ലിക്ക തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ നല്ല കോട്ടൻ്റെ ക്ലോത്തിൽ അതൊക്കെ ഒന്ന് തുടച്ച് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവിച്ചെടുക്കണം. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ ഇഡ്ഡലി കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലി കുക്കറിൻ്റെ തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ നെല്ലിക്ക ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ടൈം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ടൈം കുക്ക് ചെയ്തെടുക്കരുത്, കാരണം നെല്ലിക്കൊക്കെ പൊട്ടിപ്പോവും. വെറും 5 മിനിറ്റ് നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെച്ചാൽ മതി. അങ്ങനെ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം നമ്മളിതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ആവിയൊന്നും പുറത്ത് പോവാതെ നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്കിത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. നമ്മുടെ നെല്ലിക്കയൊക്കെ അത് അവിടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പൊട്ടിപ്പോവാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറേ ടൈം വെച്ചതാ ഇതുപോലെ പൊട്ടിപ്പോവും. ഇത് താഴെയുള്ളൊരു നെല്ലിക്കയാണ്, അപ്പോൾ ഇതൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ടൈം വെക്കരുത്, വെറും 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇനി അതൊന്ന് ചൂടാറി വരുമ്പോഴേക്ക് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ശർക്കരയുണ്ട്. ഇത് അത്യാവശ്യം കറുത്ത ടൈപ്പുള്ള ശർക്കരയാണ്. ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചായിരുന്നു. ഇതിപ്പോൾ വാങ്ങിയത് ഇത് അത്ര കളറില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 അച്ച് നല്ല കറുത്ത ശർക്കരയും 1 മറ്റേ മഞ്ഞ കളറുള്ള ശർക്കരയും, അങ്ങനെ അതും 4 അച്ച് ഞാനിവിടെ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ടും ചിരകി എടുത്തതിന് ശേഷം ഇത് നമ്മളൊന്ന് ഉരുക്കിയെടുക്കണം. ഇതിലോട്ട് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കുറുക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നതിന് ശേഷം നമ്മൾ അതിലോട്ടാണ് ഈ ഒരു നെല്ലിക്ക ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നെല്ലിക്ക ഇടുന്ന ടൈമിൽ നെല്ലിക്കയുടെ നല്ല ഹോൾ ഇട്ട് കൊടുക്കണം. ഒരു ഇർക്കിളോ ഫോർക്കോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ നെല്ലിക്കയെ നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം. ഇതിന് ചുറ്റും നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ ശർക്കരയൊക്കെ ഈ നെല്ലിക്കയിലോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അങ്ങനെ ഇർക്കിൾ ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ടും ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ശർക്കര പാനിയിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കുറുമ്പൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് ഇത് നെല്ലിക്ക ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിത് കുറച്ച് ടൈം മൂടി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതൊരു 10 മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. നെല്ലിക്ക നമ്മൾ ആവിയിൽ നന്നായിട്ട് വേവിച്ചതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും ഈ ഒരു ശർക്കരയിൽ വെക്കണം എന്നില്ല. അപ്പോൾ നമ്മളൊരു 30-35 മിനിറ്റോളം ഇത് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് മറക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ നെല്ലിക്കയ്ക്ക് ഏകദേശം ആവാനായി വന്നിട്ടുണ്ട്. നെല്ലിക്കയ്ക്ക് ഒന്ന് ചുളിഞ്ഞ് വരുന്ന ടൈമായിട്ടുണ്ട്. ഇനി ഈ ഒരു ശർക്കര പാനി നമ്മുടെ ഇങ്ങനെ കൈ കൊണ്ടാക്കുന്ന ടൈമിൽ നൂല് പോലെ വരുന്ന ആ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ച് വെക്കാം. ചൂടാറി വരുന്നത് വരെ ഇത് അടച്ച് വെക്കാം. ഇനി നമ്മളിത് ഇന്ന് തന്നെ കഴിക്കേണ്ടതായിട്ടും നല്ലത് നമ്മൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇത് ദിവസം കഴിയും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരും. അപ്പോൾ ഈ ഒരു പരുവത്തിലായപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെല്ലിക്കയിലൊക്കെ നന്നായിട്ട് ഈ ഒരു ശർക്കര പാനി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തേനുണ്ടെങ്കിൽ കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് തേൻ നെല്ലിക്ക റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ തേൻ നെല്ലിക്ക എന്ന് പറയുന്നത്. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ ഇത് നമുക്ക് നെല്ലിക്കക്കൊക്കെ 1 കിലോ 40-50 രൂപയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. കുറച്ച് ശർക്കരയും കൂടെ ഉണ്ടായാൽ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെയൊരു തേൻ നെല്ലിക്ക ഉണ്ടാക്കിയെടുക്കാം. അപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ തേൻ നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഉണ്ടോ, നല്ല സോഫ്റ്റായിട്ടും ഇതിൻ്റെ ഉള്ളിലൊക്കെ തേൻ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
എല്ലാവർക്കും ഒരു വീഡിയോ ഉപകാരമായിട്ടുണ്ടാവും. ഇത് ഞാൻ ഒരു ദിവസം വെച്ചതിന് ശേഷം ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളിത് ഭരണിയിലോ ഗ്ലാസ് ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ കാലം കേട് വരാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.